വീടിന്റെ പുറകുവശം മുഴുവൻ കല്ല. എന്റെ ബ്ലൂ ഷർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അടികൈ. ഖന്ന സാർ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ? നടൻ അജിത് അഭിനയിച്ച സിനിമയാണ് ബില്ല. എന്റെ ബ്ലൂ ഷർട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. കണ്ടില്ലേ, ആ പയ്യൻ അന്നേരം ധരിച്ചിരുന്ന ബ്ലൂ ഷർട്ട് അത് ഖന്ന സാറിന്റെ തന്നെ ആയിരുന്നു. അതൊരു കള്ളനായിരുന്നു. പയ്യനോ? രാവിലെ ഒരു പയ്യൻ അഡ്രസ് ചോദിച്ച് വന്നായിരുന്നു. പക്ഷെ അവൻ വെള്ളം വാങ്ങി കുടിച്ചിട്ട് അപ്പൊ തന്നെ പോയി. ഓ, എന്റെ സാൻഡൽസ് എങ്ങോട്ടാ പോയത്? കുട്ടികളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? മേഡം, ഞങ്ങൾക്കൊരു ടോപ്പ് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാഡത്തിന് അത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുക. ഓ, വൗ, സത്യമായിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, താങ്ക് യു സോ മച്ച്. ഓഹോ, ജോർദാർ, ദാ നീ കണ്ടില്ലേ, എന്റെ റെഡ് സാൻഡിൽ ഇവിടെ എങ്ങും കാണുന്നില്ല. അത് എവിടെയാണ് വെച്ചിരുന്നത്? മാഡം, അത് ഡ്രോയിങ് റൂമിൽ തന്നെ വെച്ചിരുന്നത്. അത് ശരി. അത് പിന്നെ കുട്ടികളെ, ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു സെയിൽസ് ഗേൾ വന്നിരുന്നു. അപ്പൊ തൊട്ടാണ് ആ സാൻഡിൽസ് ഇവിടുന്ന് കാണാതായത്. കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ആ പെണ്ണ് ഒരു കള്ളിയായിരുന്നു. ഹണി പറഞ്ഞത് സത്യമാണെന്നാ തോന്നുന്നേ. മേഡത്തിന്റെ സാൻഡിൽ കൊണ്ടുപോയത് ആ സെയിൽസ് ഗേളാണെന്ന് തോന്നുന്നു. ഖന്ന സാർ വെള്ളം എടുക്കാൻ പോയ സമയം നോക്കി ആ ഷർട്ട് ആ പയ്യൻ മോഷ്ടിച്ചിട്ടുണ്ടാവും. നീയല്ല മോഷ്ടിച്ചതെങ്കിൽ പിന്നെ സോപ്പ് എങ്ങോട്ടാ പോയത്? അല്ല, ഞാനൊരു കള്ളി അല്ല മാണിക്യ. താങ്കൾക്കത് മനസ്സിലാവില്ല. സാഹചര്യം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിക്കുന്നത്. ഒരു കഷ്ണം സോപ്പിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ കള്ളിയാക്കുന്നത് മാണിക്യ? അടിപൊളി 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 അഭിനയം. കൊള്ളാം കൊള്ളാം. കൂട്ടുകാരെ, എനിക്ക് ഇവിടെ കണ്ടിട്ട് ആ കള്ളിയാണെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ദാ അത് നോക്കിയേ, മാഡത്തിന്റെ സാൻഡിൽ അവർ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും വരും. എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ കാണപ്പെട്ട ദൈവം വരാതിരിക്കില്ല. ഞാൻ എത്തിപ്പോയി കുട്ടാ. ഞാൻ ഇൻസ്പെക്ടറായിട്ടിരിക്കുന്ന സർക്കിളിൽ മോഷണം നടത്തുന്നു. സ്വന്തമായിട്ട് ഒരു കടയില്ലാത്തവർ ഒരിക്കലും മറ്റൊരാളുടെ കടയിൽ നിന്നും ഒന്നും തന്നെ മോഷ്ടിക്കാൻ പാടില്ല. ഇൻസ്പെക്ടർ സാർ, താങ്കൾ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? പുലികൾ ഒറ്റയ്ക്ക് വരാറുള്ളൂ മോനെ. കാര്യങ്ങൾ എത്ര സ്ഥിതിക്ക് ഇനി നമുക്ക് ആക്ഷനിലേക്ക് കിടക്കാം. എന്താ ശരിയല്ലേ? You are under arrest. വരൂ, പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന. അല്ല, ഇവനാ പയ്യനല്ലേ കള്ളൻ? വേഗം പിടിക്കേ. ബോക്സ് മണ്ടൂര് കൊടുത്തേക്ക്. കാരണം ഞങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കാറില്ല. സംശയമുണ്ടോ? ഇതാ മണ്ടു, പിടിച്ചോ. അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്കേ. എന്തായാലും ഏറ്റുമുട്ടുകയല്ലേ, ഒരിടെയെങ്കിലും തിരിച്ചു തരാൻ സമ്മതിക്കടാ പ്ലീസ്. ഏറ്റുമുട്ടുകയല്ല, ഞങ്ങൾ തന്നെ ഇടിക്കുകയാണ്. എടി, നീ ഓമാരോട് കൂടിയതാണോ? ക്ഷമിക്കണേ ക്ഷമിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ ഈ ബോക്സിനോടുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ. ഹണി, ഈ ബോക്സിനകത്ത് എന്ത് സാധനമാ ഉള്ളത്? അതെ, ഇത് ഞങ്ങളുടെ മേഡം തന്ന ആദ്യത്തെ ടെഡിയാണ്. മേഡം എനിക്ക് എന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. നീ വലിയ ബുദ്ധിമാനാണോ നിന്റെ വിചാരം? ഈ ചെടിക്ക് വേണ്ടിയാണോ നീ എന്നെ ഇത്രയിട്ട് കഷ്ടപ്പെടുത്തിയത്? നീ വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ ചവിട്ടിക്കൊണ്ടി പഞ്ചറാക്കും. നിങ്ങൾ കള്ളന്മാരാണ്. ആദ്യമായിട്ട് ആർക്കെങ്കിലും കിട്ടിയ സമ്മാനത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കില്ല. ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. മണ്ടു, ഓടിക്കോ. ഇന്ന് ഞാൻ ആ ബോക്സ് അടിച്ചു മാറ്റും. എനിക്കെന്താ സംഭവിക്കുന്നത്? എന്തായാലും ഇത് രക്ഷപ്പെട്ടു.
മണ്ടു സ്മാർട്ടാണല്ലോ. എത്ര പെട്ടെന്നാണ് ടെറസിന്റെ മണ്ടയിൽ എത്തിയത്. ഞാനും ഏണി വഴി ടെറസിന്റെ മണ്ടയിൽ എത്തും. പെട്ടിയോ അടിച്ചു മാറ്റും. എടാ, നീ എന്താ കിടന്ന് ഉറങ്ങുന്നത്? എഴുന്നേക്ക്. ടെറസിന്റെ മുകളിൽ എത്തിയിട്ടും നീ എന്താ ബോക്സ് എടുക്കാരുതേ? ആ റൂമും ടെറസിന്റെ അടുത്ത് തന്നെ ആയിരുന്നില്ലേ? ആ കാര്യം ഞാൻ ആലോചിച്ചതേ ഇല്ല. ബാ, തിരിച്ചു പോകാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി മോഷ്ടിക്കണ്ട, നമുക്ക് മറ്റൊരു വഴി നോക്കാം. നമ്മൾ ആ പൂച്ചയെ കിഡ്നാപ്പ് ചെയ്യും. പകരമായിട്ട് ആ ബോക്സ് മണ്ടു, നീ ഇനി എന്നെ ഒരിക്കലും മണ്ടി എന്ന് വിളിക്കില്ല. നീ എന്നോട് പറഞ്ഞില്ലേ എടുക്കെന്ന്. ഞാൻ എടുത്തു. അടിപൊളി, അതെന്തായാലും കലക്കി. എന്നിട്ട് എവിടെയാ? ദാ നോക്ക്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. ഇടി മരമണ്ടി, ഈ ബോളല്ല, ആ പൂച്ച എടുക്കാനാ പറഞ്ഞത്. ഇത് എന്റെ തെറ്റല്ല. നീ എപ്പോഴും പകുതി കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ഇപ്രാവശ്യം ഒട്ടും പിഴക്കില്ല. ഡയറക്റ്റ് ആയിട്ട് വീടച്ചാക്കിയ. അല്ല, ഞാൻ നിങ്ങളോട് നേരത്തെ സോറി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? വേറൊന്നിനുമല്ല, നിന്റെ ഈ ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മര്യാദയ്ക്ക് ആ ബോക്സിന് തന്നേക്കൾ, ഇല്ലെങ്കിൽ ഇടിച്ച് പപ്പടമാക്കി കളയും ഞാൻ. ഇല്ല, ഈ ബോക്സ് ഒരു കാരണവശാലും തരില്ല ഞാൻ. നിന്റെ ചെവിയിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ആ, പറഞ്ഞോ. ഇവർ രണ്ടുപേരും കൂടെ എന്റെ ബോക്സ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. ഇടി ഉണ്ടോ? ഓടിക്കോ. വേഗം ഓടാൻ നോക്ക്. ഇടിക്കവരെ. അടിക്കവന്മാരെ, സംശയമുണ്ടോ? ചേട്ടാ, ചേട്ടന്റെ കുട്ടച്ചേട്ടനിൽ നിന്ന് 1 കിലോ തക്കാളി ചേട്ടൻ എനിക്ക് തന്നാം. ഈ കുട്ടയും തക്കാളിയൊക്കെ ആരാ ചേട്ടാന്ന് വിളിക്കുന്നത്? എടാ, നീ ശരിക്കും ഒരു കഴുത തന്നെയാ. സോറി കോളിച്ചേട്ടൻ, ഞാൻ കാരണം താഴേക്ക് വീണത്. താങ്കൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഐ എം റിയലി സോറി. പച്ചക്കറികളോടൊക്കെ സോറി പറയുന്നു. നീ പച്ചക്കറികളോടൊക്കെ ഇത്ര ബഹുമാനത്തോടെയാണോ സംസാരിക്കുന്നത്? നല്ല കുട്ടികൾ എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കുള്ളൂ. എന്റെ ഗുണ്ടകൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഈ പൂച്ച അവരോടൊക്കെ ബഹുമാനത്തോടെ തന്നെ സംസാരിക്കും. മാത്രമല്ല ജോലി വിട്ടു പോകുകയുമില്ല. ചേച്ചിയും ഞാൻ ആലോചിക്കുന്ന തന്നെ ആലോചിക്കുന്നേ. അതെ, കൊള്ളാം. നീ വളരെ നല്ലൊരു കുട്ടിയാണല്ലോ. താങ്ക് യു. അതിരിക്കട്ടെ, നിങ്ങൾ ആരാണ്? ഇത് ഡംബോയാണ്. പക്ഷെ രൂപം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്റെ പേരാണ് പറഞ്ഞത്, ലേഡി ഡംബോ. നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യാമോ? എനിക്ക് നിന്നെ പോലെ സംസ്കാരമുള്ള കെയർടേക്കറിനെ ആവശ്യമുണ്ട്. അതായത് എല്ലാരും ബഹുമാനം. അയ്യോ സോറി, ഞാൻ ജോലിയൊന്നും ചെയ്യാറില്ല ഡംബോ ചേച്ചി. ആഹാ, ആന്റിക് ടേബിൾ ചേട്ടനുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ വല്യമ്മയാ ഈ ടേബിള്. അങ്ങനെയാണെങ്കിൽ ശ്രീമതി വല്യമ്മ എന്ന് പറയണം. ഞാൻ മിക്കവാറും ഒറ്റ ഇടിക്കാൻ മറ്റേ മൂക്ക് ചമ്മന്തിയാകും. എടോ മരമുണ്ട, ഒന്ന് കൺട്രോൾ ചെയ്യ്. ഇതുപോലൊരു കഴുത എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതിന്റെ ആവശ്യമില്ല. യവൻ ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കാൻ പോലും സമ്മതിക്കില്ല. അതിൽ 2 ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് ബഹുമാനിക്കാൻ പറയും. അസൈൻമെന്റ് അയക്കണം. ഇവൻ നിങ്ങളെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ സാധനങ്ങൾ ശ്രദ്ധിച്ചാ മതി. ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എടാ, എല്ലാം വേഗം പൊക്കിക്കോ. അതെന്തിനാ പൊക്കിയെടുക്കുന്നേ? എന്റെ മുതലാളിമാരോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിക്കണം. യ്യ, ഈയ്യ. യ്യ. അടിപൊളി. യ്യ. യ്യ. അല്ല, ഇവരാരാണ്? മുതലാളി, ഇവരെ എന്റെ കൂട്ടുകാരാണ്. ഇവരത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഇവർ ആന്റിക് സാധനങ്ങൾ മോഷ്ടിക്കുന്നവരാണ്. സംശയമുണ്ടോ? അല്ല പോപ്പട്ടെ, ഇവർക്ക് ആന്റിക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ഹോബിയാണ്. എടാ കരുതേ, അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് വീട്ടിലാ സൂക്ഷിക്കാറ്, അല്ലാതെ ഗോഡൌണിലൊന്നും ഒളിപ്പിച്ചു വെക്കാറില്ല. വേഗം പിടിക്കുവരെ. വേണ്ട കൊച്ചളിയ, നിക്ക്. ഇവര് നല്ല ആൾക്കാരാണ്. അപ്പൊ നീ ഒരു മര കഴുതയാ.
താങ്ക് യു പറയേ, ഞാൻ നിങ്ങളെ ഇപ്പൊ രക്ഷിച്ചില്ലേ? നിക്ക്, ഈ പൂച്ച കുറച്ച് അതിബുദ്ധിമാനാണെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ പറഞ്ഞ സത്യ, ഞാനാണ് സ്മഗ്ലർ ഡംബോ. ഇനി ഈ കൺസൈൻമെന്റ് ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളൊക്കെ എന്റെ കസ്റ്റഡിയിലായിരിക്കും. ഡംബോ ചേച്ചി, ഞാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിമകളെയും വേസ്റ്റിനെയും രക്ഷിച്ചു. എന്നിട്ട് നിങ്ങൾ എന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണോ? നീ എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലാവർക്കും ബഹുമാനം കൊടുക്കുന്നത്? എല്ലാവരോടും നല്ല ബഹുമാനത്തോടെ സംസാരിക്കണമെന്നാണ് മാഡം എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ അതാണ് കാര്യം. ഇയ്യ, 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 ആ, ആ, ഇയ്യ. ഇയാൾക്കിട്ട് ഞാൻ തന്നെ ഒരു വലിയ പണി കൊടുക്കും. ഇയ്യ, ഇയ്യ, ഇയ്യ. ചെല്ലയാ, മാറിക്കോ. നിങ്ങളൊരു ലേഡിയുടെ നേരെയാണോ കൈ ഉയർത്താൻ പോകുന്നത്? ശരി, കൈ ഉയർത്തി വിടുന്നില്ല, ക്യാപ്പ് ഉയർത്തി വിടാമല്ലോ. ഇനി ഈ ബഹുമാനപ്പെട്ട സ്മഗ്ലേഴ്സിന് എന്താ ചെയ്യണ്ടേ? സ്മഗ്ലേഴ്സിന് ബഹുമാനം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. സോറി, പക്ഷെ ഇവരിപ്പോ എന്താ ചെയ്യണ്ടേ? ഇൻസ്പെക്ടർ പാണ്ഡെ, വേഗം വിവരം അറിയിക്കേ. അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റാണിത്. നിനക്കെന്താടാ ബുദ്ധിയൊന്നുമില്ലേ? ഞാൻ സ്മഗ്ലേഴ്സിന്റെ കാര്യം പറഞ്ഞത്. അതിനിടക്ക് നീ എന്തിനാ ഗിഫ്റ്റിന്റെ കാര്യം എടുത്തിടുന്നത്? ഓ, ഇവനാ ബഹുമാനം കൊടുക്കുന്ന സ്റ്റൈൽ തന്നെ ആയിരുന്നു നല്ലത്. സംശയമുണ്ടോ? ഈ പോപ്പടി ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. മാഡത്തിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ദാ അത് നോക്കിയേ, അയാള് കന്നാസാറിന്റെ ഷർട്ട് ആയിട്ടിരിക്കുന്നേ. അയാളൊരു കള്ളനാ. താനെന്തിനാ കന്നാസാറിന്റെ ഷർട്ട് മോഷ്ടിച്ചത്? എടാ കള്ളപ്പൂച്ച, നീ ആരെയാ കള്ളനെന്ന് വിളിച്ചത്? എന്താ എന്റെ മുഖത്തോ നെറ്റിയിലോ കയ്യിലോ എഴുതിയിട്ടുണ്ടോ ഞാൻ കള്ളനാണെന്ന്? അയ്യോ നാട്ടുകാരെ, യവൻ എന്നെ കള്ളനെന്ന് വിളിക്കുന്നു, കള്ളനെന്ന് വിളിക്കുന്നു. സോറി സാർ, സോറി. ഹണി അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. താങ്കൾ വളരെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. താങ്ക് യു. എടാ, ഇയാൾ കള്ളനാണ്. പിന്നെ എങ്ങനെ ഇയാളുടെ അടുത്ത് കന്നാസാറിന്റെ ഷർട്ട് വന്നത്? എടാ മിണ്ടായിരിക്കടാ, ഈ ഷർട്ട് എനിക്ക് എന്റെ ബോബി തന്നതാണ്. എന്ത് പറ്റി ഹണി? ഇയാൾ കള്ളനാണ്. ഞാൻ എന്റെ ഭർത്താവിനോടാണ് ചോദിച്ചത്. ഹണി, എന്ത് പറ്റി? ഇവൻ ഞാനൊരു ഷർട്ട് കള്ളനാണെന്ന് പറയുന്നു. എന്ത്? ഈ ഷർട്ട് ഞാൻ അദ്ദേഹത്തിന് 6 മാസം മുമ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് അത് ബോബി കൊടുത്തതാണെന്നാണല്ലോ. സംശയമുണ്ടോ? അതെ, ആ ബോബി ഞാനാ. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ മേഡത്തിന്റെ സാൻഡൽസ് മോഷ്ടിച്ച് കാലിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോഷ്ടിച്ചെന്നോ? ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ഈ കാലഘട്ടത്തിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ അവളെ കള്ളിയെന്ന് മുദ്രകുത്തുവാണോ? ഞാനൊരു ദുർബലയാണെന്ന് വിചാരിക്കരുത്. വേണ്ടി വന്ന ഞാനൊരു പെൺപുലിയാവും. പറഞ്ഞേക്കാം, ഈ സാൻഡൽസ് എനിക്ക് എന്റെ അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. എന്റെ കാല് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അച്ഛൻ പറയുമായിരുന്നു. സാൻഡൽസ് ഇട്ട് നടന്നില്ലെങ്കിൽ ആ ഭംഗി പോവത്രേ. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യ്, വേഗം. ഹലോ, വേഗം പുറത്തിറങ്ങ, എന്നിട്ട് നിന്റെ ലൈസൻസ് കാണിക്കേ. വലിയ തടിയാണല്ലോ, പിന്നെ എങ്ങനെയാ ഓടുന്നത്? എനിക്ക് ഓടേണ്ട ആവശ്യം വരാറേ ഇല്ല. ഈ കാറിലാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. വെരി ഗുഡ്. അയ്യോ അയ്യോ, എന്റെ കാറ് നിർത്ത്. അയ്യോ, എന്റെ കാറ്. കൂട്ടുകാരെ, അവർ മറ്റൊരാളുടെ കാർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. വേഗം റൈറ്റ് സൈഡിലൂടെ ഓടാ. ആ ബംഗ്ലാവിലേക്കാണ് പോയത്. സംശയമുണ്ടോ? നിനക്ക് സംശയം മാത്രമേ ഉള്ളൂ, അപ്പൊ ഉറപ്പില്ലേ? എടാ, എനിക്ക് ഉറപ്പുണ്ട്. വാ, അകത്തേക്ക് പോവാം. സൂക്ഷിക്കണം, അവൻ സൂത്രശാലിയാണ്. നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്ന് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു ബോബി എന്റെ അഭിനയം? ഇന്ന് അത് കാരണമല്ലേ സത്യത്തിൽ നീ രക്ഷപ്പെട്ടത്?
അതെ, പക്ഷെ എന്റെ ഡയലോഗ്സ് ആ സമയത്ത് അത് നീയും കേട്ടതല്ലേ? ഞാൻ എന്റെ അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയാണ്. ഞാൻ ജനിച്ചത് ഈ മണ്ണിലാണെങ്കിൽ നിന്നെ ഈ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടിയിരിക്കും. ഇതിനാണ് ഡയലോഗ് എന്ന് പറയുന്നത്. സംശയം